به شما عرض میکنم که حتما این بساط کشف حجاب هم حتما جمع خواهد شد. هیچ نگران نباشید. ഹിജാബ് നീക്കം ചെയ്യുന്ന ഈ രീതി തീർച്ചയായും അവസാനിക്കും, ഞാൻ ഉറപ്പു നൽകുന്നു. ശിരോവസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കൂർദ് യുവതി മഹ്സ അമീനിയുടെ ചരമവാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ വാക്കുകൾ പറഞ്ഞത്. ഹിജാബ് നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ പരിഹരിക്കുമെന്ന് ടെഹ്റാനിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ അന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മഹ്സ അമീനിയുടെ മരണത്തിന് ആക്കം കൂട്ടിയ പ്രതിഷേധം തുടരുന്ന വേളയിൽ കർശനമായ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ ഉണ്ടായത്. ഹെലികോപ്റ്റർ അപകടത്തിൽ രാജ്യത്തെ പ്രസിഡന്റ് ഇന്ന് കൊല്ലപ്പെട്ടിട്ടും ആ വിയോഗത്തെ ആഘോഷിച്ച ജനങ്ങളുണ്ട് ഇറാനിൽ. അതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയൻ യുഎസിന്റെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരട്. സ്വന്തം രാജ്യത്തെ സ്ത്രീകളുടെ ശത്രു. ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെയും പ്രതിഷേധിച്ചവരെയും കയ്യൂക്കിന്റെ ഭാഷയിലാണ് റെയ്സിയുടെ ഭരണകൂടം സംവദിച്ചത്. അതുകൊണ്ട് തന്നെ ഇറാനിയൻ സ്ത്രീകളുടെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ ഭരണാധികാരി എന്നാണ് റെയ്സിയെ വിശേഷിപ്പിച്ചത്. 2022 സെപ്റ്റംബറിലാണ് മഹ്സ അമീനി എന്ന പെൺകുട്ടി കൊല്ലപ്പെടുന്നത്. അവളുടെ ഹിജാബിന് പുറത്തേക്ക് 2 മുടിയിഴകൾ പാറി വീണിരുന്നു എന്ന കാരണത്താൽ മതവെറി പിടിച്ച ഗഷ്ത് ഇ ഇർഷാദ് എന്ന മത പോലീസ് സംഘം അവളെ പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. പോലീസിൽ നിന്ന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്ന അവൾ പിന്നീട് മരണത്തോട് കീഴടങ്ങി. ഭരണകൂട കൊലയുടെ ഇരയായ മഹ്സ അമീനിയുടെ കഥയ്ക്ക് പിന്നാലെയാണ് ഇറാനിൽ വൻ പ്രതിഷേധം ശക്തമായത്. അതുവരെ അടക്കിവെച്ച രോഷമെല്ലാം ഇറാനികൾ തുറന്നുവിട്ടു. പ്രായഭേദമന്യേ സ്ത്രീകൾ പ്രസിഡന്റിനെയും ഭരണകൂടത്തിനെയും എതിർത്ത് തെരുവിലിറങ്ങി. അന്നു മുതൽ തന്നെ പ്രസിഡന്റ് റൈസിയുമായുള്ള ഇറാൻ ജനതയുടെ സമീപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ CNN-ന്റെ ചീഫ് ഇന്റർനാഷണൽ ആങ്കർ ക്രിസ്റ്റ്യൻ അമർപൂറിന് ഇന്റർവ്യൂ നൽകാതെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന പ്രസിഡന്റ് കൂടിയാണ് ഇബ്രാഹിം. അഭിമുഖത്തിനായി പ്രസിഡന്റ് എത്തണമെങ്കിൽ അവതാരക ഹിജാബ് ധരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇത് അംഗീകരിക്കാൻ അവതാരക തയ്യാറായില്ലെന്ന് മാത്രമല്ല, ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തനിക്ക് മുന്നിലുള്ള ഒഴിഞ്ഞ കസേരയുടെ ചിത്രം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. സമൂഹ മാധ്യമത്തിലാകെ അന്നത് ചർച്ചാ വിഷയമായിരുന്നു. ഇറാനിലെ പോരാട്ടം ഒരു മതത്തിനോ വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരല്ല, മറിച്ച് മതാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഭരണകൂട വ്യവസ്ഥിതികൾക്കെതിരെയാണ്, അടിച്ചേൽപ്പിക്കലുകൾക്കെതിരെയാണ്. കാലാകാലങ്ങളായി സ്ത്രീകൾ എന്ത് ധരിക്കണം, ധരിക്കേണ്ട, എന്ത് ചെയ്യണം, ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന പുരുഷാധിപത്യത്തിനെതിരെയാണ്. ആ പ്രതിഷേധം കൂടുതൽ നേരിടേണ്ടി വന്ന ഭരണാധികാരി അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ ലോകത്തിന്റെ പല കോണിലുള്ള ഇറാൻ സ്വദേശികൾ ആഘോഷിക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ അപകട വാർത്തയെ തുടർന്ന് ഇറാന്റെ ആകാശത്ത് പൂത്തിരികൾ കത്തിയത് അത്ഭുതമായ ഒരു കാര്യമായിരുന്നു. ഇബ്രാഹിം റൈസിയുടെ ഇറാൻ സ്ത്രീ സമൂഹത്തിനുള്ള രോഷമായിരുന്നു ആ പ്രകടമായത്. ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നമുക്ക് ആഘോഷിക്കാം. ഇറാൻ ഇന്റർനാഷണലിൽ അയച്ച വീഡിയോയിൽ ഒരു ടെഹ്റാൻ നിവാസി പറഞ്ഞത് ഇങ്ങനെയാണ്: അതുകൊണ്ട് തന്നെ റൈസിയുടെ മരണത്തിൽ സന്തോഷിക്കുന്ന സ്ത്രീകളുടെ എണ്ണവും ഏറെയാണ്.